ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഇവിടെ കാണിക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഐസിങ് മാത്രമാണ്. കേക്ക് ബേക്ക് ചെയ്യുന്നതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ വേണമെന്നുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഒന്ന് കയറി കണ്ടാൽ മതി. ഇതിപ്പോ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഐസിങ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പൊ കേക്ക് കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് മുകളിൽ നിന്നിട്ട്, എന്നിട്ട് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 3 ലെയർ ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ രീതിക്കാണ് ചെയ്ത് കാണിക്കുന്നത്. കേക്ക് ബേക്ക് ചെയ്യാറുണ്ട്, പക്ഷെ എപ്പോഴൊന്നും ഓർഡർ കിട്ടാറില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ഓർഡർ കിട്ടാറുണ്ട്. ചിലപ്പോ ക്രീമൊന്നും ഇല്ലാത്ത കേക്കിനൊക്കെ ഓർഡർ കിട്ടാറുണ്ട് കേട്ടോ. അപ്പൊ അതും ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട്. ഇപ്പൊ അതിന്റെ 3 ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബേസ് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് തെന്നി പോവാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ലെയർ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് 1/4 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തുള്ളതാണ് കേട്ടോ. ഷുഗർ സിറപ്പ് വെറ്റിയതിനു ശേഷം കുറച്ച് ക്രീം ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം സൈഡൊക്കെ ഫിനിഷ് ചെയ്ത് പോകുന്നതാട്ടോ നല്ലത്. അപ്പൊ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അതിന് മുകളിലേക്ക് സ്ട്രോബെറി ക്രഷ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിശിക്കൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ലൂസായിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. 200 ഗ്രാമിന് 50 രൂപക്കാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ബോട്ടിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അങ്ങനെ നാശമായി പോകും. എപ്പോഴും നമുക്ക് ഓർഡർ ഒന്നും കിട്ടാറില്ലല്ലോ. ഞാൻ അതിന്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ അത് വെച്ച് കൊടുത്തിട്ട് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല സ്മൂത്തി ആയിട്ട് വേണം നമുക്ക് കേക്ക് കിട്ടാനായിട്ട്. പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ചെയ്യാം, നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. അതിന്റെ മുകളിലേക്ക് സ്ട്രോബെറി ക്രഷ് ഇട്ട് കൊടുക്കാം. അപ്പൊ 200 ഗ്രാം സ്ട്രോബെറി ക്രഷും ഞാൻ ഫുള്ള് ഇതിൽ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തു വെക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തോന്നി, അപ്പൊ അതുകൊണ്ട് തന്നെ ഫുള്ള് ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്ക കേക്ക് ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലെ ലൂസായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഉള്ളത് സ്ട്രോബെറി ക്രഷ്, പിന്നെ മാംഗോ ക്രഷ്, അങ്ങനെ എന്തോ 2-3 എണ്ണം പറഞ്ഞു കേട്ടോ ആള്. അപ്പൊ എനിക്കിപ്പോ ഇത് മാത്രമേ വേണ്ടി വന്നുള്ളൂ. അപ്പൊ ഞാൻ 2 ലെയറിലും അത് ഫുള്ളായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് പോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നത്. ചോക്ലേറ്റ് നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഒന്നും ഓർഡർ കിട്ടാറില്ല. അപ്പൊ ചെയ്തു കൊടുക്കുമ്പോ എന്തായാലും കസ്റ്റമറിന് തൃപ്തി വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തു കൊടുക്കാറ്. അടുത്ത ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ലെയർ വെച്ച് കൊടുക്കും മുമ്പ് തന്നെ ഷുഗർ സിറപ്പ് 2 ഭാഗത്തും വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിന്റെ മുകളിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് എടുക്കണം. ഈ കേക്ക് മോളും ഉമ്മാക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന കേക്കാണ് കേട്ടോ. ഉമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അത് ഉമ്മാക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന ഒരു കേക്കും കൂടിയാണ് കേട്ടോ. അപ്പൊ തലേദിവസം രാത്രിയാണ് ക്രീം കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെക്കുന്നത്. പിറ്റേസ് രാവിലെ ഫുൾ ഫിനിഷിംഗ് വർക്കും ചെയ്യുന്നത്. അപ്പൊ രാവിലെ ഇപ്പൊ കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കളറാണ് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ലാവൻഡർ കളറാണ് കിട്ടിയിട്ടുള്ളത്. അവർ പറഞ്ഞത് ലൈറ്റ് പർപ്പിൾ കളർ ആയിരുന്നു, പക്ഷെ എനിക്ക് ആ കളർ കിട്ടാതെ ഇപ്പൊ ഞാൻ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇത് മതി, ഈ കളർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ച് ക്രീം ഫസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം കേട്ടോ പിന്നെ എനിക്ക് തോന്നിയത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യണം കുറച്ചുകൂടി എളുപ്പം എന്നുള്ളത്. അപ്പൊ ഞാൻ കുറച്ച് പൈപ്പിംഗ് ബാഗിലായിട്ടാണ് സൈഡിലൊക്കെ ആക്കി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ കളർ ചേർക്കുന്നവരോട് എനിക്ക് അത്ര കണ്ട് ഇഷ്ടമല്ല. പിന്നെ കസ്റ്റമർ പറയുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാതെ നിവർത്തിയില്ലല്ലോ, അതുകൊണ്ടാണ് കളർ ചേർത്തത്. പിന്നെ ഇത് തുടക്കക്കാർക്കും ഐസിങ് ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ. ഇത് പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് പൈപ്പ് ബാഗ് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ആക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിപ്പോ വല്ലാതെ ഫിനിഷ് വർക്കൊന്നും നടത്തുന്നില്ല, സ്പാച്ചുല വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വല്ലാതെ ഫിനിഷ് ആക്കുന്നില്ല. ഇപ്പൊ ക്രീം ഫുള്ളും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്പാച്ചുല വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പൊ താഴെ നിന്നാണ് ചെയ്ത് തുടങ്ങുന്നത്. പതുക്കെ പതുക്കെ ഇങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. നല്ലൊരു ഭംഗിയാണ് ഈ ഒരു ഡിസൈൻ കാണുമ്പോ. അപ്പൊ നമുക്ക് ഡിസൈൻ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്താൽ മതി. നല്ല സിമ്പിൾ കേക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ കഴിഞ്ഞതിന് ശേഷം കേക്ക് ബോർഡൊക്കെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. ആ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐസിങ് കഴിഞ്ഞതിന് ശേഷം നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതില് ഹാപ്പി ബർത്ത്ഡേ ഉമ്മാന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്റെ റൈറ്റിംഗ് ശരിയല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ലെറ്റർ മോൾഡ് ഉണ്ട്, അപ്പൊ അതിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഫോണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഫോണ്ടന്റ് കട്ടർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക്. അപ്പോ എഴുതാൻ അറിയാത്തവർക്ക് ഇതുപോലെ ലെറ്ററിന്റെ മോൾഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫോണ്ടന്റ് കട്ടർ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കേക്കിൽ നെയിം എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്താൽ മതിയിട്ട്. ഇതുപോലെ ലെറ്റർ മോൾഡ് അതല്ലെങ്കിൽ ഫോണ്ടന്റ് കട്ടർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് എല്ലാത്തിലും എളുപ്പമായി തോന്നിയത് ഈ ലെറ്റർ മോൾഡിൽ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ തന്ന മോഡൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇട്ടുള്ളത്. കളർ മാത്രം ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ. ചെറിയ ഷുഗർ ബോൾസ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് വലിയ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ അവർ തന്ന മോഡൽ ബട്ടർഫ്ലൈസ് കുറച്ചധികം തന്നെ ഉണ്ട്. അപ്പൊ അത്രയും വേണ്ട, കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫിനിഷ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഉമ്മ അറിയാതെ അങ്ങോട്ട് എത്തിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. സർപ്രൈസ് ആയിട്ട് കൊടുക്കണമല്ലോ ഉമ്മക്ക്. അപ്പൊ ഇന്നലെ രാത്രി, അതായത് 29-ാം തീയതി രാത്രി 10 മണിക്കാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. 12 മണിക്കാണ് അവർ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ എത്തിച്ചത് കേട്ടോ. അപ്പൊ 30-ാം തീയതിയാണ് ബർത്ത്ഡേ വരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് രാത്രി 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യലാണല്ലോ. അപ്പൊ ഞാനൊരു 10 മണിക്ക് എത്തിച്ച് ഉമ്മ കാണാതെ തന്നെ ഫ്രിഡ്ജിൽ കയറ്റിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ ഐസിങ്ങും ഡെക്കറേഷനും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്